പാലാ KSRTC ഡിപ്പോയുടെ പ്രവർത്തനം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ 8 വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് ഡിപ്പോയുടെ പ്രവർത്തനം മാറ്റാനുള്ള നടപടികൾ ഇഴയുകയാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് തടസ്സമെന്നാണ് KSRTCയിലെ ഉദ്യോഗസ്ഥരുടെ പരാതി. പാലാ KSRTC ഡിപ്പോയിലെ പ്രധാന കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് കാലമേറെയായി. ഡിപ്പോയും സ്റ്റേഷൻ ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ കോൺക്രീറ്റ് ഇടയ്ക്കിടെ അടർന്നു വീഴുന്നുണ്ട്. മേൽക്കൂരയിൽ പലയിടത്തും കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ തെളിഞ്ഞു കാണാം. മുൻഭാഗത്തെ തൂണുകൾ പലതും കോൺക്രീറ്റ് അടർന്നു വീണ് ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്തു തുടങ്ങിയതും കാണാനാകും. ഇത്തരത്തിൽ തകർന്ന തൂണുകളുടെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് ഓഫീസിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഭാഗത്തും മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്ന് നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന യാത്രക്കാരുടെ തലയിൽ സിമെൻറ്റ് പാളികൾ വന്നു വീഴുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ് നിലനിൽക്കുക. പലപ്പോഴായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ തലയിൽ വീണ് തോളെ വീണും പരിക്കേൽക്കുന്ന സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് തൂണും മുകളിലത്തെ വാർക്കയും എല്ലാം തന്നെ പൊളിഞ്ഞ് വീഴാറായി നിൽക്കുകയാണ്. അത് ആർക്കും കാണാവുന്ന കാര്യമാണ്. ഇത് എത്രയും വേഗം ഈ അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് ജനങ്ങളുടെ അവിടെ എത്തുന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്നുകിൽ പൊളിച്ചു കളയണം, അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പം തീർത്തെങ്കിലും വെക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടതാണെന്നുള്ളതാണ്. 5 കോടി രൂപ മുടക്കി 8 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം ഇപ്പോഴും ഇവിടെ നോക്കുകുത്തിയായി തുടരുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ പുതിയ മന്ദിരത്തിൽ വിഭാവനം ചെയ്തിരുന്നെങ്കിലും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമാകാത്തതിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഓഫീസും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനുള്ള മുറികൾ, ശൗചാലയങ്ങൾ, ടിക്കറ്റ് കൗണ്ടർ, വനിതാ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കേണ്ടതുണ്ട്. 2025-26 ബജറ്റിൽ അനുവദിച്ച 4 കോടി രൂപ വിനിയോഗിച്ച് പുതിയ മന്ദിരത്തിൽ സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് വിശദമായ പദ്ധതി തയ്യാറാക്കി തിരുവനന്തപുരത്തെ ഓഫീസിൽ സമർപ്പിച്ചിട്ട് മാസങ്ങളായെങ്കിലും പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ല. കെട്ടിടഭാഗം തകർന്നു വീണ് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് KSRTCയിലെ ജീവനക്കാരും യാത്രക്കാരും ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.